കുട്ടികളാവാൻ വൈകിട്ട് ചികിത്സ എടുക്കാൻ വരുന്ന ഭൂരിഭാഗം കപ്പിൾസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യും. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഡയറ്റ് അവർ ഫോളോ ചെയ്യും, കൃത്യമായിട്ടുള്ള വ്യായാമം അവർ ചെയ്യും, ഭക്ഷണ രീതിയിൽ കൃത്യമായിട്ടുള്ള ഇൻക്ലൂഷൻസ് ഉണ്ടാക്കും, എന്തൊക്കെ സാധനങ്ങൾ ഒഴിവാക്കണോ അതെല്ലാം ഒഴിവാക്കും, കൃത്യമായിട്ടുള്ള മരുന്ന് വരെ കഴിക്കും. എന്നാലും ചില ആളുകൾക്ക് കൺസീവ് ആവാറില്ല. ഇത് മറ്റൊന്നുമല്ല, അവർ ശ്രദ്ധിക്കാതിരിക്കുന്നത് അവരുടെ സ്ട്രെസ്സിനെ അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അണ്ടങ്ങൾ ക്വാളിറ്റി കുറയാം, ബീജങ്ങളുടെ ക്വാളിറ്റി കുറയാം, ബീജങ്ങളുടെ കൗണ്ട് കുറയാം, അതുപോലെ കൃത്യമായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാം. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇത് കൃത്യമായിട്ട് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മീ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു യാത്ര പോകാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് സമയം ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മറ്റ് സ്ട്രെസ്സുകൾ, ജോലി, ഫാമിലി മാറ്റേഴ്സ്, അതുപോലെ റിലേറ്റീവ്സുമായിട്ടുള്ള കാര്യങ്ങൾ, അതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ മീ ടൈം. ഇത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, പ്രത്യേകിച്ച് വന്ധ്യതാ ചികിത്സ എടുക്കുന്ന ആളുകളിൽ. നിങ്ങളിങ്ങനെ റിലാക്സ്ഡ് ആവുമ്പോൾ, നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുമ്പോൾ, നിങ്ങളുടെ സ്ട്രെസ് കുറയുമ്പോൾ ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യത അത് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചികിത്സയോടൊപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ മാത്രമേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളൂ.